അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 5 ആഴ്ചത്തെ വോട്ടിംഗ് യുദ്ധമൊക്കെ അവസാനിക്കാൻ പോവുകയാണ്. ഓണത്തിനോടനുബന്ധിച്ച് എത്ര മത്സരാർത്ഥികൾ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടിയിറങ്ങുന്നത് കണ്ടു തന്നെ അറിയേണ്ടി വരും. കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ ഇല്ലാത്തതുകൊണ്ട് എവിക്ഷൻ പ്രക്രിയ നടത്തിയിട്ടില്ലായിരുന്നു. ഡേഞ്ചർ സോണിൽ പോയിട്ടുള്ള ആര്യൻ ഈ ആഴ്ച സേഫ് ആവുന്ന ഒരു കാഴ്ച വരെ നമ്മൾ കണ്ടപ്പോൾ 15 പേരടങ്ങുന്ന നോമിനേഷൻ ലിസ്റ്റിൽ ആരൊക്കെയാണ് ഇപ്പോഴത്തെ തകർച്ചയിരുന്നും ആരൊക്കെയാണ് ഇപ്പോഴത്തെ മുന്നിലെന്ന് നമുക്ക് പരിശോധിക്കാം. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. 15 പേരിൽ ആദ്യ 5 സ്ഥാനങ്ങൾ മാറ്റമില്ലാതെ തുടരുമ്പോൾ അവസാനം വഹിക്കുന്ന 10 പേർക്ക് ഡേഞ്ചർ സോണിൽ തന്നെ തുടരുകയാണ്. ആര് വേണമെങ്കിലും ഈ ആഴ്ച പുറത്തു പോകാം. ഒന്നിലധികമോ രണ്ടിലധികമോ എവിക്ഷൻ സാധ്യതമാകുമ്പോൾ ഈ ഒരു മണിക്കൂർ 1-ാം സ്ഥാനത്ത് അട്ടിമറി മുന്നേറ്റം നടത്തുന്ന അനുമോൾ തന്നെയാണ്. അനുമോളുടെ വോട്ട് കുതിച്ചുയരുകയാണ്. 2,04,395 വോട്ടുകളുമായിട്ട് അനുമോൾ 1-ാം സ്ഥാനം കൈയടക്കുമ്പോൾ 2-ാം സ്ഥാനത്ത് നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്ന അനീഷേട്ടനെയാണ്. അനീഷേട്ടൻ്റെ വോട്ടിലും നല്ല രീതിയിൽ ഉയരുന്നൊരു കാഴ്ചയാണ് ഈ ഒരു മണിക്കൂറുകളിലെല്ലാം തന്നെ കാണാൻ സാധിക്കുക. 2 ലക്ഷം വോട്ട് കിടന്ന് 2,23,610 വോട്ടുമായിട്ട് ബാക്കിയുള്ള പ്രമുഖരായിട്ടുള്ള എല്ലാ കണ്ടസ്റ്റന്റിനെയും വെല്ലുവിളിക്കാൻ ഈ ഒരു സാധാരണക്കാരന് സാധിച്ചപ്പോൾ 3-ാം സ്ഥാനത്ത് രുദ്രനായിട്ട് പ്രേക്ഷകരുടെ പ്രിയങ്കരനായിട്ട് മാറിയ ഷാനവാസിക്കയാണ്. ഷാനവാസിക്കയുടെ വോട്ട് നേരിയ ഡിഫറൻസിലാണ് 3-ാം സ്ഥാനത്ത് നിൽക്കുന്നത്. 2,19,437 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 4-ാം സ്ഥാനത്ത് നൂറനെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ 1-ാം സ്ഥാനത്ത് വന്ന നൂറ എന്ന വോട്ടിംഗ് അവസാനിക്കാറാകുമ്പോഴത്തേനും ഇത് 2-ാമതെത്തിയിരിക്കുകയാണ്. 2,05,528 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 5-ാം സ്ഥാനത്ത് ജിസേലിൻ്റെ മുന്നേറ്റം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആദിലിനെ അട്ടിമറിച്ച് ജിസേൽ 5-ാമതെത്തിയിരിക്കുകയാണ്. 2 ലക്ഷത്തിലോട്ട് വോട്ടിംഗ് എടുത്തിട്ടുണ്ട്. 1,98,339 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 6-ാം സ്ഥാനത്ത് മാറ്റമില്ലാതെ ഈ ഒരു മണിക്കൂർ ആതിര നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നത്. ആതിരയുടെ പൊസിഷൻസിനും വലിയ മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. 1,76,381 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 7-ാം സ്ഥാനത്തോട്ട് പിന്തള്ളപ്പെട്ട് പോയിരിക്കുന്ന ആര്യൻ ചില മണിക്കൂറുകളിലൊക്കെ ആതിരേനെ അട്ടിമറിച്ച് 5-ാം സ്ഥാനം വരെ സ്വന്തമാക്കാൻ ആര്യന് സാധിച്ചിട്ടുണ്ടായിരുന്നു. 1,57,699 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 8-ാം സ്ഥാനത്ത് വീണ്ടും ഇതാ രേണു ചേച്ചിയുടെ നേരിയൊരു മുന്നേറ്റം നമുക്ക് ഈ ഒരു മണിക്കൂറിലും കാണാൻ സാധിക്കുന്നുണ്ട്. അക്ബറിനെ അട്ടിമറിക്കാൻ രേണു ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ട്. 1,46,702 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 9-ാം സ്ഥാനത്ത് ഡേഞ്ചർ സോണിൽ ഇപ്പോഴും ഇത് അക്ബർ എത്തി നിൽക്കുകയാണ്. അക്ബറിൻ്റെ വോട്ടിങ് നേരിയ തകർച്ചയിലാണ്. 1,45,906 വോട്ടുമായിട്ട് നേരിയ ഡിഫറൻസിലാണ് രേണു ചേച്ചി അക്ബർ നിൽക്കുന്നത്. ഒരുപക്ഷെ എപ്പോൾ വേണേലും അട്ടിമറികൾ സംഭവിക്കുമ്പോൾ 10-ാം സ്ഥാനത്ത് റന ഫാത്തിമേനെയാണ് നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുക. റനയ്ക്കും സേഫ് സോണിലോട്ട് കയറാൻ സാധിച്ചിട്ടുണ്ട്. 1,37,688 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 11-ാം സ്ഥാനത്ത് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് അഭിലാഷിനെയാണ്. അഭിലാഷിന് നേരിയ തോതിലുള്ള ഒരു വോട്ടിംഗ് തകർച്ചകൾ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അബിയുടെ വോട്ട് 1,88,310 വോട്ടുകളുമായിട്ട് നിൽക്കുമ്പോൾ 12-ാം സ്ഥാനത്ത് ഒനിയലിനെ നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഒനിയലിന് നേരിയ തോതിലുള്ള വോട്ടിംഗ് തകർച്ചയുണ്ട്. 1,14,684 വോട്ടുകളുമായിട്ടാണ് ഒനിയൽ നിൽക്കുമ്പോൾ 13-ാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിലും ഡേഞ്ചർ സോണിലോട്ട് പോകുന്ന ബിന്നിനെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബിന്നിക്ക് വോട്ടിംഗ് തകർച്ചകൾ തന്നെയാണ്. 1,06,549 വോട്ടുമായിട്ട് ഈ ആഴ്ച ഒരുപക്ഷെ ബിഗ് ബോസ് ഹൗസിനോട് വിട പറയാൻ ഒന്ന് നോക്കുമ്പോൾ 13-ാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചർ സോൺ ഇപ്പോഴും അപ്പാനി ശരത്ത് തന്നെ തുടരുന്നൊരു കാഴ്ചയാണ് നമുക്കിപ്പോഴും കാണാൻ സാധിക്കുന്നത്. അപ്പാനിക്ക് വലിയൊരു വോട്ടിംഗ് തകർച്ച ഈ ഒരു തുടക്കം തൊട്ടുണ്ടായിരുന്നു. 95,612 വോട്ടുകളുമായിട്ട് ഡേഞ്ചർ സോണിലോട്ട് പോകുമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ സോണിൽ 15-ാം സ്ഥാനത്ത് ശൈത്യ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്ന ഉറപ്പിച്ച് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കട്ടപ്പയായിട്ട് മാറി ശൈത്യ ഇതിനോടൊപ്പം തന്നെ ട്രോളുകൾ ഇടം നേടിയിട്ടുണ്ടായിരുന്നു. 87,044 വോട്ടുകളാണ് ശൈത്യക്ക് ഇതിനോടൊപ്പം തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന വോട്ടിംഗ് റിസൾട്ട്. എന്നാൽ ഇതൊരു അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം. എന്തൊക്കെയാണ് ലഭ്യമെന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടുകൾ പരിശോധിക്കും. ഇതാണ് ഓരോരുത്തരുടെയും പൊസിഷൻസ്. ഓരോ മിനിറ്റിലും മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വരും മണിക്കൂറിൽ കണ്ടു തന്നെ അറിയാം ആരൊക്കെ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിട പറയുന്ന അറിയാൻ വേണ്ടി. അപ്പോൾ നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിക്ക് നിങ്ങളുടെ ഇന്നത്തെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ നിങ്ങളുടെ വിലയേറിയ വോട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പം വരും മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് അപ്ഡേറ്റ്സുകൾക്കും ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക.